ഹലോ ഗൈസ്, ഇന്ന് ക്രിസ്മസ് ഡേ ആയിട്ട് കുഞ്ഞേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ചേട്ടൻ്റെ കുഞ്ഞേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മളിതാ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ ഇതാ ചേട്ടൻ പിറകിലേ തന്നെ വരുന്നുണ്ട്. മണി ബാഗൊക്കെ തൂക്കി ഫ്രണ്ടിൽ പോകണമെന്നേ ഉള്ളൂ. അങ്ങനെ കൂടാതെ അച്ഛനും ഉണ്ട് കേട്ടോ. താഴെ റോഡിലാക്കി താന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനെയും റോഡിലാക്കിയിട്ട് നമ്മൾ നേരെ കുഞ്ഞേരെ വീട്ടിലോട്ട് പോകാണ് കേട്ടോ. അച്ഛൻ്റെ ആട്ടയിലാണ് പോകുന്നത്. അച്ഛനൊന്നും ഒരിടത്തും പോകണ്ട. അങ്ങനെ ഫൈനലി നമ്മളിതാ കുഞ്ഞേരെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ചേട്ടൻ ഇന്നിവിടെ കുറച്ച് പണിയുള്ളതുകൊണ്ട് ചേട്ടനും കൊച്ചിനും കൂടെ പണി സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി കേട്ടോ റോട്ടിൽ. മനിത നേരത്തെ വന്ന ഉടനെ കയറി ഞാൻ കിടന്നു ഗൈസ്. അവൻ നേരത്തെ വന്ന ഉടനെ ഞാൻ കയറി. ഞാൻ എന്താ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് എനിക്ക് തുണി കൊണ്ടുവന്നു. അവന് ഞാൻ പോയി തുണിയൊക്കെ മാറി മുടിയൊക്കെ കെട്ടി നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് ചുമ്മാ. അങ്ങനെ ഗൈസ് അങ്ങനെ നിന്നപ്പം കുഞ്ഞ് നമുക്ക് അവലൂസ് പൊടി കൊണ്ടുവന്നു കേട്ടോ. അവലൂസ് പൊടി പഞ്ചാര ഇട്ട് അതിൽ കൊണ്ടുവന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. മനു ഓൾറെഡി കഴിച്ചു തുടങ്ങി. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ചേട്ടൻ വന്നു കേട്ടോ. സാധനങ്ങളൊക്കെ കൊണ്ട് ചേട്ടൻ വന്നു. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയില്ല. പിന്നെ വിചാരിച്ചു എന്തായാലും ചേട്ടൻ വന്നതല്ലേ, പാവമല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ചേട്ടനെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ചേട്ടൻ ഇങ്ങോട്ട് തന്നെ കയറി വന്നു കേട്ടോ. ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുകയാണ്. ഞാൻ നൈറ്റ് ഇട്ടേക്കൊണ്ട് ചിരിക്കുകയാണ്. ചേട്ടൻ അങ്ങനെ തുണിയൊക്കെ മാറി ഫൈനലി ഇതാണ്ട് ജോലിയൊക്കെ തുടങ്ങി കേട്ടോ. ചേട്ടൻ്റെ ജോലി തുടങ്ങി. അങ്ങനെ ഗൈസ് അങ്ങനെ അവിടെ കുറച്ച് അയ്യപ്പ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ മനുവും കുഞ്ഞയും കൂടെ പോയി അയ്യപ്പ കഞ്ഞിയും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അയ്യപ്പൻ കഞ്ഞി കുടിക്കാൻ കേട്ടോ. മനുവിന് മതിയായി കേട്ടോ. മനുവിന് വയറ് വീർത്തു. കുറച്ച് എരിവൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിക്കാൻ പാടായിരുന്നു. അങ്ങനെ നമ്മൾ അയ്യപ്പ കഞ്ഞിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെ ഞാൻ എൻ്റെ കുഞ്ഞിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം കേട്ടോ. നമുക്ക് വേണ്ടി ചിക്കനൊക്കെ വെക്കുകയാണ്. അങ്ങനെ ചേട്ടൻ എന്താ ഇവിടെ സ്റ്റിൽ ജോലിയാണ് ഗൈസ്. ചേട്ടൻ ജോലി കഴിഞ്ഞ് ഇനി കയറത്തുള്ളൂ. ഇത് കൊച്ചിച്ചനാണ് കേട്ടോ. അങ്ങനെ മനുത അയ്യപ്പ കഞ്ഞിയോ കുടിച്ച് മതിയായി. ഇങ്ങനെ മനുത അവിടെ കിടക്കുകയാണ് കേട്ടോ. അവന് ക്ഷീണമായി, അവന് മതിയായി. അങ്ങനെ അവൻ ക്ഷീണമായിട്ട് അവൻ കയറി കിടന്നു. ഉച്ചയാണ്ട് ക്രിസ്മസ് ഡേ ആണ്ട് കുറച്ച് ടി വി സിനിമയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ടി വിയൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുഞ്ഞു വന്ന് ചോറിട്ടു. അങ്ങനെ ചേട്ടനും കുഞ്ഞും കൊച്ചിച്ചനും മനുവും ഞാനും കൂടെ എല്ലാവരും കൂടെ ഇരുന്ന് ചോറ് കഴിച്ചു കേട്ടോ. കുഞ്ഞാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ. കുഞ്ഞാറിന് ഞാൻ വീഡിയോ എടുത്ത് തരാമെന്ന്. അങ്ങനെ പിന്നെ കഴിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ് ഗൈസ്. മതിയായി ഗൈസ്. വയറ് വീർത്തു പോയി എൻ്റെ. മനുത ഇവിടെ കിടന്നു. മനുവും തളർന്നു കേട്ടോ ചിക്കനെ കഴിച്ചു. പക്ഷേ ചേട്ടൻ തളർന്നിട്ടില്ല ഗൈസ്. ചേട്ടൻ ഒരു കുറച്ച് നേരം പോലും ഇരിക്കാതെ ചേട്ടൻ ജോലിക്ക് ഇറങ്ങി. ഞാൻ എന്താ അങ്ങനെ കിടക്കാനായിട്ട് പോവാണ് ഗൈസ്. എനിക്കിനി ഇരിക്കാൻ വയ്യ കൊണ്ട് ഞാൻ കിടക്കാൻ പോകണം. അങ്ങനെ കിടന്നിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ എന്താ എണീച്ചിട്ടുണ്ട് കേട്ടോ. മനു ഒന്ന് നേരത്തെ എണീച്ചു. ഞാൻ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. നല്ല ഉറക്കമായിപ്പോയി. ചോറൊക്കെ കഴിച്ച് മതിയായി. അങ്ങനെ ഗൈസ് നമ്മളിതാ ഇവിടെ 6:30 കേട്ടോ. നമ്മളിതാ പോകാനായിട്ട് ഇറങ്ങി. ചേട്ടനിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ട് പണിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത്. അങ്ങനെ കുഞ്ഞോട് യാത്രയൊക്കെ പറഞ്ഞ് ഞാനും മനുവും തൈ ഇറങ്ങി ഗൈസ്. അങ്ങനെ കുഞ്ഞ് കുറച്ച് കറിയൊക്കെ തന്നു വിട്ടു. വീട്ടിൽ പോയി ഇനിയൊന്നും വെക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് കറിയൊക്കെ തന്നു വിട്ട്. ചേട്ടൻ എന്താ ഫ്രണ്ടിൽ ഓടുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ എന്താ ചേട്ടനെ ഓടിപ്പോയി ചേട്ടൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആട്ടേ കയറിയപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി വിളിച്ചിട്ടോ അവന് ഇന്ന് ശംഖോത്ത് പോയാലോ, ഇന്ന് ശംഖോത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ശംഖോത്ത് പോയി. ഞാൻ പറഞ്ഞു ഓക്കെയാണ്, ഞാൻ ഇപ്പോൾ വരും, നീ ഇറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിത് നേരെ വീട്ടിൽ വന്ന് നമ്മൾ ഡ്രസ്സൊന്നും മാറണില്ല കേട്ടോ. നമ്മളിത് ഈ കോസ്റ്റ്യൂം തന്നെയാണ്, മുടി മാത്രം കെട്ടി ഒരുങ്ങുന്നുള്ളൂ. അങ്ങനെ ഫൈനലി ഞാൻ മുടിയൊക്കെ കെട്ടി ഞാൻ ഒരുങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ ഇല്ല കേട്ടോ. ചേട്ടൻ നേരെ കൂട്ടുകാരൻ്റെ വീട്ടിലാണ് കേട്ടോ പോണത്. നാളെ നമ്മളവിടെ ഒരു കോവിൽ കാവടിയാണ്. അപ്പോൾ ചേട്ടൻ നേരെ കോവിലിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ചേട്ടൻ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ ശംഖുത്തോട്ട് പോകുന്നത്. അങ്ങനെ ചേട്ടനെ ഇവിടെ ഒരു കൂട്ടുകാരൻ വന്ന് വിളിക്കും. അങ്ങനെ ചേട്ടനെന്താ ഇവിടെ യാത്ര അയച്ചിട്ട് നമ്മളെന്താ ശംഖുമുഖത്തേക്ക് വെച്ച് പിടിക്കുകയാണ് ഗൈസ്. ഞാനും മനുവും ചേച്ചിയും ചേട്ടനായിട്ട് ശംഖുമുഖത്ത് പോവുകയാണ് ഗൈസ്. അങ്ങനെ അവിടെ കൊള്ളാം കേട്ടോ. നല്ല വൈബായിരുന്നു ഗൈസ്. നല്ല കാഴ്ചകളായിരുന്നു. ഞാൻ എന്തായാലും നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. ഇവിടെ ശംഖുമുഖത്ത് വന്നിട്ട് 2 പാനിപ്പൂരി ഒരു കടലയും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ ഞാനും മനുവും ഒരു പാനിപ്പൂരി കഴിക്കുന്നു, ചേച്ചിയും ചേട്ടനും ഒരു പാനിപ്പൂരി കഴിക്കുന്നു. കടല നമ്മൾ 4 പേരും കൂടെ ഷെയർ ഇട്ട് കഴിച്ചു ഗൈസ്. അങ്ങനെ നമ്മളിതാ ഇവിടെ കടല വാങ്ങിച്ചു കേട്ടോ. കടല വാങ്ങിച്ച് നമ്മൾ തന്നെ വിചാരിച്ചു അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കടലിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല വൈബായിരുന്നു ഗൈസ്. അങ്ങനെ ഞാനും മനുവും പോയി കടലിലോട്ടൊക്കെ ഇറങ്ങി. കാലിലത്രയും മണ്ണൊക്കെ ആയി ഗൈസ്. ഞാൻ പിന്നെ ഷൂവും കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ ഗൈസ് ഫൈനലി എൻ്റെ ചേച്ചിയും ചേട്ടനും എന്താ വീഡിയോയ്ക്ക് മുമ്പേ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ ഇറങ്ങി ആ നേരം തൊട്ട് ഞാൻ ചേച്ചിയോട്
പറയണം കേട്ടോ. പക്ഷെ ആളെപ്പോഴാണ് വന്നത്. അങ്ങനെ നമ്മളിതാ വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും. ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതെൻ്റെ സ്വന്തം ചേച്ചിയാണ് കേട്ടോ. എന്നെ ഇവർ രണ്ടുപേരും കൂടെയാണ് വന്നത്. അങ്ങനെ ഗൈസ് ഞാൻ വരുമ്പോഴൊക്കെ ഞാൻ പറയുകയാണ്, ചിലപ്പോൾ എന്നെ കാണിക്കണ്ട, ഇവർ വന്ന ചിലപ്പോൾ ഫാൻസ് കൂടും, സബ്സ്ക്രൈബേഴ്സ് കൂടുകയല്ലോ എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരൊരു വീഡിയോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീഡിയോ എടുക്കാൻ പറയുമ്പോഴത്തേക്കും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഗൈസ്. അവർക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ വിചാരിച്ച് വീഡിയോ എടുക്കണ്ട, തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു. രാത്രി 11 മണിയായി ഗൈസ്. അങ്ങനെ പിന്നെ നമ്മൾ വിചാരിച്ച് തിരിച്ച് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ നമ്മളിതാ വണ്ടിയിലോട്ട് കയറാൻ പോവാണ് കേട്ടോ. ശംഖുമുഖത്തോട് യാത്രയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഡേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു സ്പെഷ്യൽ ഡേ ആയിരുന്നു ഈ ക്രിസ്മസ് ഡേ. അങ്ങനെ ഗൈസ്, നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡേ എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങളുടെ ശംഖുമുഖം വൈബ് എങ്ങനെയുണ്ടായിരുന്നു, നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ എൻ്റെ മിലോയും കൂടെ കയറി വന്നു കേട്ടോ. നമ്മൾ മിലോമേനെ കൊണ്ടാണ് വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ കാണാം.